മോഹൻലാൽ നായകനായി എത്തിയ തുടരും 23-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ശനിയാഴ്ച മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വെള്ളിയാഴ്ച ദിനത്തിൽ മികച്ച രീതിയിലുള്ള കളക്ഷൻ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഇതിനോടകം തന്നെ സിനിമ റെക്കോർഡുകൾ തീർത്ത് മുന്നോട്ട് കുതിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഇതിനിടയിൽ ഓർമ്മിപ്പിക്കുകയോട് ചെയ്യുന്നു. 22-ാം ദിനം അതായത് 16-ാം തീയതി ഉള്ള കളക്ഷൻ നോക്കുമ്പോൾ വ്യാഴാഴ്ചത്തിനേക്കാൾ ഒരു ചെറിയ ഇടിവാണ് നമുക്ക് ട്രാക്കേഴ്സ് മുഖാന്തരം കിട്ടിയിരിക്കുന്നത്. ഏകദേശം 940ഓളം ഷോകൾ മാത്രമാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. വ്യാഴാഴ്ച 1075ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടിരുന്നു. ഇവിടെ 83,000 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ കേരളത്തിൽ നിന്ന് 1,30,00,000 രൂപ നേടിയെന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. അതായത് ഇന്നും 1.5 കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. അതെ, 22-ാം ദിനത്തിലും ഒരു സിനിമയ്ക്ക് 1.5 കോടിക്ക് മുകളിൽ കളക്ഷൻ എന്ന് പറയുന്നത് അത് അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനോടകം തന്നെ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 105 കോടിയാണ് 22 ദിവസം കൊണ്ട് നേടിയത്. ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ 22 ദിനം കൊണ്ട് സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത് 216 കോടിയോളമാണ്. അതായത് മികച്ച രീതിയിലുള്ള ഒരു കളക്ഷനുമായി സിനിമ കുതിച്ചുയരുന്ന ഒരു കാഴ്ച തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. എന്താണേലും സിനിമ കേരളത്തിൽ നിന്ന് മാത്രമായി 105 കോടി കടന്നിരിക്കുകയാണ്. അതായത് വെറും 22 ദിനത്തെയാണ്. 23-ാം ദിനം ആകുമ്പോഴത്തേക്ക് നമുക്ക് സിനിമ 108 കോടിക്ക് മുകളിലേക്ക് എത്തും. കേരള ഗ്രോസ് ആണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 220 കോടി കടക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ്. തമിഴ്നാട്ടിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. 21 ദിനത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തുവിടുമ്പോൾ കേരളത്തിൽ നിന്ന് 103.80 കോടിയാണ് സിനിമ നേടിയത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 18 കോടി 70 ലക്ഷം രൂപയാണ് നേടിയതെങ്കിൽ ഓവർസീസിൽ നിന്ന് സിനിമ നേടിയത് 90 കോടി 50 ലക്ഷം രൂപ. വലിയ താമസമില്ലാതെ ഓവർസീസിൽ നിന്നും 100 കോടി സിനിമ അടിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ 213 കോടിയാണ് നമുക്ക് 21 ദിനം കൊണ്ട് കിട്ടിയത്. 22-ാം ദിനത്തിലെ കളക്ഷൻ കൂടി വരുമ്പോൾ തീർച്ചയായും 216 കോടിക്ക് മുകളിലേക്ക് എത്തും. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഈ ആഴ്ച തന്നെ 20 കോടിക്ക് മുകളിലേക്ക് എത്തുന്ന സിനിമ ഈ ശനി ഞായർ കഴിയുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 110 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതും ഉറപ്പിക്കാം. ഒരുപക്ഷെ ഓവർസീസിൽ ഈ ആഴ്ച കൊണ്ട് 95 കോടിയിലേക്ക് എത്തുന്ന സിനിമ വരുന്ന ദിനങ്ങൾ കൊണ്ട് 100 കോടിയിലേക്കും എത്താം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും OTTയിലേക്ക് സിനിമ കൊടുത്തിട്ടില്ലെങ്കിൽ അതിനു മുമ്പ് സിനിമ ആ ഒരു റെക്കോർഡുകൾ തകർക്കുമെന്നുള്ളതാണ്. ഫുട്ഫോൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനോടകം തന്നെ 70 ലക്ഷം ജനങ്ങളാണ് ഈ സിനിമ ഇതുവരെ കണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നു 62 ലക്ഷം ആളുകൾ ഇതിനകത്തിൽ വന്നിരിക്കുന്നു. അതും ഈ പറഞ്ഞ പോലെ ട്രാക്ഡ് കളക്ഷൻസിലൂടെ മാത്രം നോക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നു 97 കോടിയാണ് ട്രാക്കിംഗ് മുഖാന്തരം വന്നത്, അതും 62% ഒക്യുപ്പൻസിയിലേക്ക്. എന്തായാലും ഈ ഒരു സിനിമ ഒരു വെല്ലുവിളി ഉയർത്തുകയാണ് ബോക്സ് ഓഫീസിൽ. ഇതിനോടകം ഇൻഡസ്ട്രി ഹിറ്റടിച്ച ഈ ഒരു സിനിമ വീണ്ടും ഒരു ഇൻഡസ്ട്രി ഹിറ്റടിക്കണമെങ്കിൽ പിള്ളേർ വേർക്കും എന്നുള്ള ഒരു കാഴ്ചയിലേക്ക് തന്നെയാണ് പറയുന്നത്. ഇനിയും ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് തകർക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം വേറെ ഒന്നുമല്ല, മോഹൻലാൽ തന്നെ വീണ്ടും ഇറങ്ങേണ്ടി വരും എന്നുള്ളത്. ഇതിനോട് അനുബന്ധമായി മറ്റൊരു വാർത്ത കൂടി വരികയാണ്. വേറെ ഒന്നുമല്ല, സിനിമയുടെ ഒരു സോങ് ഉണ്ട്, ഒരു തട്ടുപൊളിപ്പൻ സോങ്. അത് ഇന്നു മുതൽ സിനിമയ്ക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണേലും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 110 കോടി എത്തുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ലാൽ സലാം.